നമസ്കാരം. കഴിഞ്ഞ കുറച്ചു നാളായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ ടാക്സ് അടയ്ക്കണം, അല്ലെങ്കിൽ ചില ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ടാക്സ് എത്ര വരും, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ ഈ ടൈം കുറച്ചും കൂടി റൈറ്റ് ടൈമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ജൂലൈ 31 ആയിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ ഇൻകം ടാക്സ് ഫയലിങ്ങിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അതിപ്പോൾ ഗവൺമെൻറ് മാറ്റിയിട്ടുണ്ട്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റിയിട്ടുണ്ട്. ഓഗസ്റ്റ് 31 അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ടാക്സ് കറക്റ്റ് എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഒരു വെൽത്ത് ക്രിയേഷൻ ജേണി അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ടാക്സ്. എത്ര ടാക്സ് വരുന്നുണ്ട് ഈ പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു ആളുകളുടെ ഒരു നാച്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഓക്യുപ്പേഷനോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സോഴ്സ് ഓഫ് ഇൻകം വെച്ചിട്ട് നമുക്ക് ഒരു മൂന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തരംതിരിക്കാം. അപ്പോൾ ഒന്ന് സാലറീഡ് ഇൻകം ഉള്ള ആൾക്കാർ, പിന്നെ രണ്ട് പ്രൊഫഷണൽസ്, ഇപ്പോൾ ഡോക്ടേഴ്സോ ലോയേഴ്സോ അങ്ങനെയുള്ള ആളുകൾ, ഇനി അതല്ലെങ്കിൽ ബിസിനസ്മാൻ. അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള ആളുകൾക്ക് എങ്ങനെ ടാക്സ് നന്നായിട്ട് മാനേജ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി സംസാരിക്കാനായിട്ട് വളരെയധികം ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള എന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ തന്നെ നമ്മൾ ഇന്ന് നമ്മുടെ മണി ടോക്സ് വിത്ത് നിഖിൽ എന്നുള്ള പരിപാടിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കായിട്ട് ജോബിൻസ് NJ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അപ്പോൾ ഒത്തിരി നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഞാനും എൻ്റെ ടാക്സ് റിലേറ്റഡ് കാര്യങ്ങൾക്ക് ജോബിൻസിൻ്റെ ഹെൽപ്പ് ഒത്തിരി എടുക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് അസ്. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോണത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോണത് സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്ക് എങ്ങനെ ടാക്സ് മാനേജ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സാലറീഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കേസ് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അവരുടെ ഒരു ടാക്സ് ലാബ് വരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊന്ന്, സാലറീഡ് നല്ലൊരു ജനറൽ ആയിട്ടുള്ള ആളുകൾക്ക് എങ്ങനെയായിരിക്കും ടാക്സ് ലാബ് എന്നുള്ളത് ഫസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. മെയിനായിട്ട് ഒരു ഇൻകം ടാക്സിൽ ഒരു 5 ഹെഡ്സ് ഓഫ് ഇൻകമാണ് ഒരാൾക്ക് വരാനായിട്ടുള്ള ചാൻസസ് ഉള്ളത്. ടോട്ടൽ ഒരാളുടെ ഇൻകത്തെ നമുക്ക് 5 ഹെഡ്സ് ഓഫ് ഇൻകം ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നെന്ന് പറയുന്നത് ഇൻകം ഫ്രം സാലറി, 2 പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ, 3 ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, 4 ക്യാപിറ്റൽ ഗെയിൻസ്, 5 ഇൻകം ഫ്രം അതർ സോഴ്സ്. ഈ 5 ഹെഡിലായിരിക്കും ഒരാൾക്ക് ഒരാളുടെ ടോട്ടൽ ഇൻകം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് പ്രകാരം നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. ഇതിൽ ആദ്യത്തെ കാറ്റഗറിയായ ഇൻകം ഫ്രം സാലറിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സാലറിഡ് ആയിട്ടുള്ള ആൾക്കാർ എന്തൊക്കെയാണ് ഇൻകം ടാക്സ് പ്രകാരം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ സാലറി ആയിട്ടുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും ഇൻകം ടാക്സിന് ഒരു സ്ലാബ് റേറ്റ് നമുക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ സ്ലാബ് റേറ്റ് അനുസരിച്ചാണ് ഇൻകം ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടത്. ഒരു 2.5 lakhs വരെയുള്ള ഒരു ഇൻഡിവിജ്വലിന് ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. 2.5 lakhs വരെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞ് 2.5 lakhs വരെ ടാക്സ് റേറ്റ് നില്ലാണ്. 2.5 lakhs തൊട്ട് 5 lakhs വരെ 5% ആണ് ടാക്സ് റേറ്റ്. ഇനി 5 to 10 lakhs വരെ 20%, 10 lakhsന് മുകളിൽ 30% സ്ലാബ് റേറ്റ് ഉള്ളത്. അപ്പോൾ ഈ സ്ലാബ് റേറ്റ് അനുസരിച്ചാണ് ഓരോ ഇൻഡിവിജ്വൽസും ടാക്സ് എത്ര കൊടുക്കണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മുന്നത്തെ ബഡ്ജറ്റിൽ ഫെബ്രുവരി ബഡ്ജറ്റിൽ 5 lakh വരെ ടാക്സ് റിബേറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് എങ്ങനെയായിരിക്കും ഈ കേസിൽ എഫക്റ്റ് ആവണം? 5 lakhs വരെ ടാക്സ് റിബേറ്റ് പ്രകാരമാണ് നമുക്ക് ടാക്സ് 0 ആയി വരിക, ടാക്സ് ലൈബിലിറ്റി 0 ആയിട്ട് വരിക. ഇപ്പോൾ 5 lakhs വരെ ഒരു സാലറി കിട്ടുന്ന ഒരാൾക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യണം. അപ്പം ഒരു 2.5 lakhs വരെയാണ് ബേസിക് എക്സംഷൻ ലിമിറ്റ് എങ്കിലും 5 lakhs വരെ വേറെ ഒരു സെക്ഷൻ പ്രകാരം റിബേറ്റ് ആയിട്ടാണ് അവർക്ക് ടാക്സിൽ ഇളവ് കൊടുത്തിരിക്കുന്നത്. അപ്പം അവർക്ക് ആ റിബേറ്റ് കിട്ടുന്നത് കൊണ്ട് ടാക്സ് ലൈബിലിറ്റി 0 ആയിരിക്കും, പക്ഷേ റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടാക്സ് മിക്കപ്പോഴും സാലറി ആൾക്കാർക്ക് മാസം സാലറി പിടിക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ സാലറി പിടിച്ചു കഴിഞ്ഞാലും ഈ ടാക്സ് ഫയലിംഗ് നിർബന്ധമായിട്ട് നടത്തണം, അതാണ് പറയുന്നത്. അതെ, ഒരു എംപ്ലോയർ എന്ന നിലയിൽ എംപ്ലോയർ സാലറി കൊടുക്കുന്നതിന് മുന്നേ TDS എന്ന പ്രകാരം TDS പിടിച്ചിട്ടാണ് എംപ്ലോയിക്ക് സാലറി കൊടുക്കുക. ആ TDS നമ്മുടെ അക്കൗണ്ടിൽ ഇൻകം ടാക്സിലോട്ട് എംപ്ലോയർ റെമിറ്റും ചെയ്യും. പക്ഷേ അത് ഒരു അഡ്വാൻസ് ടാക്സ് എന്ന രീതിയിലാണ് TDS പോകുന്നത്. ആ TDS അടച്ചെങ്കിൽ തന്നെയും എംപ്ലോയി എല്ലാ വർഷവും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടൈം പീരീഡ് എങ്ങനെയാണ്? ഇൻകം ടാക്സ് ഫയലിംഗ് എന്നാണ് ചെയ്യേണ്ടത്? ഇൻഡിവിജ്വൽസിന് 31 ജൂലൈ ആണ്. സാലറിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് 31 ജൂലൈ ആണ് ലാസ്റ്റ് ഡേറ്റ്. ഈ വർഷം അത് 31 ഓഗസ്റ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് എല്ലാ വർഷവും ഈ എക്സ്റ്റൻഷൻ ഉണ്ടാവും? എല്ലാ വർഷവും എക്സ്റ്റൻഷൻ ഇല്ല. എന്തെങ്കിലും ഇപ്പോൾ സ്പെഷ്യൽ റീസൺ കൊണ്ടായിരിക്കാം ഓരോ വർഷം എക്സ്റ്റൻഷൻ വരിക. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യണത് ഓരോ കമ്പനിയുടെയും HR ചെയ്യോ അതോ ഇല്ല, സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ഓരോ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ലൈബിലിറ്റിയാണ്. ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരൊരു TDS പിടിച്ച്
എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് TDS ഡിഡക്ട് ചെയ്ത് അടയ്ക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ റിട്ടേൺ ഫയൽ ചെയ്യുക, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളത് ഓരോ എംപ്ലോയിയുടെയും അല്ല ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ലയബിലിറ്റിയാണ്. അവർ തന്നെ അത് ഫയൽ ചെയ്യണം. അത് എങ്ങനെ ചെയ്യാത്? അത് ഇൻകം ടാക്സിൻ്റെ ഒരു യൂട്ടിലിറ്റി ഫോം ഉണ്ട്, അതുവഴിയാണ് ചെയ്യുക. അവർക്ക് ചെയ്യാം. വേണമെങ്കിൽ ഫോം 16 എന്ന് പറഞ്ഞ TDS പിടിച്ച് എംപ്ലോയർ TDS പിടിച്ചതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഫോം 16 വഴി നമുക്ക് ഇഷ്യൂ ചെയ്യും. ആ ഫോം 16 ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ കയറിയാൽ നമുക്ക് ഡയറക്റ്റ്ലി ഫയൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു അത് പറ്റുന്നില്ല, സ്വന്തം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു എക്സ്പെർട്ടിൻ്റെ ഹെൽപ്പ് എടുത്തുകൊണ്ട് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻകം ടാക്സിൻ്റെ സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം ടാക്സ് ഇന്ത്യ e-filing.gov.in എന്ന സൈറ്റിൽ അത് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ എക്സ്പേർട്ട് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ ആരെയാണ് ഈ എക്സ്പേർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? എക്സ്പേർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഉണ്ടാവാം, ഫിനാൻഷ്യൽ കൺസൾട്ടൻസ് ഉണ്ടാവാം, ടാക്സ് കൺസൾട്ടൻസ് ഉണ്ടാവാം. അവരുടെയൊക്കെ എടുത്ത് പോയാൽ ഇത് റിട്ടേൺ ഫയൽ ചെയ്ത് നമുക്ക് കിട്ടും. ഓക്കെ. ഇപ്പോൾ ഇതിൽ 2 കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, അവർക്കൊരു ടാക്സ് എക്സംഷൻസ് ഉണ്ടാവും. അതെ. വേറെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാക്സിൽ നിന്ന് കുറച്ച് എക്സംഷൻസ് വരും. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ടാക്സിൽ കുറവ് വരുമല്ലോ. അതെ. അത് എങ്ങനെയാണ് സാധ്യമാണ്? ഇപ്പോൾ അത് ടാക്സ് പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. ഒരു ഇപ്പോൾ നമ്മൾ സംസാരിച്ചു 2.5 lakhs വരെ നിൽ റേറ്റ് ഓഫ് ടാക്സ് ആണ്. 2.5 lakhs തൊട്ട് 5 lakhs ആ സ്ലാബ് റേറ്റ് നമ്മൾ സംസാരിച്ചു. ഈ സ്ലാബ് റേറ്റിനുള്ളിൽ നമ്മുടെ ഇൻകത്തെ നിർത്താൻ പറ്റും. അപ്പോൾ ഒരു 40,000 സാലറി കിട്ടുന്ന ആൾക്ക് 4.8 lakhs പെർ ഇയർ നമുക്ക് സാലറി കിട്ടും. 4.8 lakhs ഉണ്ടെങ്കിൽ 4.8 lakhsൽ പുള്ളി ടാക്സ് കൊടുക്കാൻ ലയബിളാണ്. 5% ടാക്സ് റേറ്റിൽ ലയബിളാണ്. ഇപ്പം കറൻ്റ്ലി സ്ലാബ് റേറ്റ് നമ്മുടെ റിബേറ്റ് ഉള്ളത് കൊണ്ട് ലയബിലിറ്റി വരുന്നില്ല. ഇപ്പോൾ ഒരു 5 lakh ഫോർ എക്സാമ്പിൾ 7 lakhs ആണെങ്കിൽ 7 lakhs ആ ഒരു ആനുവൽ സാലറി എങ്കിൽ ആ സാലറിയെ നമുക്ക് ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ്, ടാക്സ് എക്സംഷൻ ഓപ്ഷൻസ് ഉണ്ട്. ടാക്സ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ലൈക്ക് ലൈഫ് ഇൻഷുറൻസ്, ഹോം ലോൺസ്, അതിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെ പ്രിൻസിപ്പിൾ, അങ്ങനെ കുറേ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, PF, അങ്ങനെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇൻകം ടാക്സിൽ പറയുന്നുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് എടുത്തുകൊണ്ട് ടാക്സ് ലയബിലിറ്റി മാക്സിമം കുറയ്ക്കുക. അതാണ് ടാക്സ് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ ഈ 7 lakh ഉള്ള 5 lakhന് താഴെ വരുത്തണമെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കൊടുക്കേണ്ട ഫയൽ ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യണം. പക്ഷേ ഈ ഇൻവെസ്റ്റ്മെന്റ്സ് മുഖേന ടോട്ടൽ ഇൻകം 7 lakhs എന്നുള്ള ബാക്കിയുള്ള 2 lakhs ഏകദേശം ഇൻവെസ്റ്റ്മെന്റ് വരുത്തി 5 lakhsലോട്ട് ടാക്സബിൾ ഇൻകത്തെ കൊണ്ടുവരികയാണെങ്കിൽ അവർ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് മാത്രം. ഇപ്പോൾ ഇങ്ങനത്തെ ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ATC ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ATC ചെയ്യുന്ന ടൈമിൽ സാധാരണ നിങ്ങൾ കണ്ടുവരുന്ന എന്തൊക്കെയാണ് മിസ്റ്റേക്സ് കണ്ടുവരുന്നത്? കാരണം ഇപ്പോൾ മിക്കപ്പോഴും ആളുകൾ ചിലപ്പോൾ അണ്ടർ ഇൻവെസ്റ്റഡ് ആയിരിക്കും, ചിലർ ഓവർ ഇൻവെസ്റ്റഡ് ആയിരിക്കും. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. മെയിനായിട്ട് നമ്മൾ കാണുന്നത്, നമ്മുടെ ക്ലയൻറ്റ്സ് വരുമ്പോൾ നമ്മുടെ അടുത്ത് കാണുന്നതെന്ന് പറയുന്നത് ഈ ഓരോ ഇപ്പം ഇൻഷുറൻസ് സ്കീം എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ടാക്സ് സേവിങ്സ് സ്കീംസ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇതൊക്കെ എടുക്കുമ്പം എത്രയാണ് അവരുടെ അവൈലബിൾ ലിമിറ്റ് ഉള്ളത്? ATCയിൽ പറയുന്നത് 1.5 lakhs വരെ മാക്സിമം ലിമിറ്റ് കിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ 1.5 lakhsൽ കൂടുതലും ഇൻവെസ്റ്റ്മെൻറ്റ്സ് എടുക്കുന്നവരുണ്ട്. അപ്പം അതിനുള്ള ടാക്സ് എക്സംഷൻ അല്ലെങ്കിൽ ടാക്സ് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് അറിയാണ്ടായിരിക്കും ചെയ്യുന്നത്. അതെ, അറിയാണ്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം ആ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായി എത്ര ടാക്സ് നമുക്ക് എങ്ങനെ ടാക്സ് ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളതിനെ അറിഞ്ഞതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിരിക്കും നല്ലത്. ഈവൻ കുട്ടികളുടെ സ്കൂൾ ഫീസ് അടക്കം ATCയിൽ പെടുത്താൻ പറ്റും. ATCയിൽ കുറേ ഡിഡക്ഷൻസ് പറയുന്നുണ്ട്, അത് പ്രകാരം നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ഇപ്പം നമ്മൾ കൊടുക്കേണ്ടതായിട്ട് റെഡി ആയിട്ട് നമ്മളിപ്പം ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ് എന്ന് നോക്കുക. അതിനുശേഷം ഇനി എത്ര ഗ്യാപ്പ് ഉണ്ട്, അതിനുശേഷം ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെന്റ്സിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് കൊല്ലത്തിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ ഒരു ഡിക്ലെയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതെ. നമ്മൾ ഒരു TDS പിടിക്കുക എന്നുള്ളത് എംപ്ലോയറുടെ ഡ്യൂട്ടിയാണ്. TDS പിടിക്കുന്നതിന് അപ്പം ഒരു ആവറേജ് ബേസിസിലായിരിക്കും ഓരോ മന്തിലും അവർ TDS പിടിക്കുക. അപ്പോൾ TDS പിടിക്കുമ്പോൾ നമുക്ക് തരുന്ന സാലറിയിൽ നിന്ന് എന്തൊക്കെ ഡിഡക്ഷൻസ് എടുക്കാമോ അതെല്ലാം എടുത്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് TDS അവർ ഓരോ മന്തും കട്ട് ചെയ്യുക. ഈ എങ്ങനെ എംപ്ലോയർ TDS ഡിഡക്റ്റ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഫോം 12B എന്ന് പറയുന്ന ഒരു ഫോം മുഖേനയാണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓരോ എംപ്ലോയർക്ക് ഡിക്ലെയർ ചെയ്യണം ഇനീഷ്യൽ മന്ത്സ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ ബിഗിനിങ് ഓഫ് April 1 12B ഫിൽ ചെയ്തിട്ട് എംപ്ലോയർക്ക് കൊടുക്കുക. അപ്പോൾ ആ 12Bയുടെ അടിസ്ഥാനത്തിലായിരിക്കും എംപ്ലോയർ
നമ്മുടെ കയ്യിൽ നിന്ന് TDS പിടിക്കുക. അപ്പം മാക്സിമം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ എല്ലാ ഡീറ്റെയിൽസ്, ആക്ച്വൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് അവർക്ക് ഇനീഷ്യൽ ഇയർ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഇനീഷ്യൽ പീരീഡിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ മാക്സിമം TDS ഡിഡക്ഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിനനുസരിച്ച് മാക്സിമം ടേക്ക് ഹോം സാലറി എന്നുള്ള നിലയിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ അവസാനത്തെ ഈ മാർച്ചിലോട്ട് ഡിക്ലെയർ ചെയ്യാതെ ഇനീഷ്യലി ഏപ്രിലിൽ തന്നെ ഡിക്ലെയർ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ, എംപ്ലോയർക്ക് ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എംപ്ലോയർ TDS ഡിഡക്ട് ചെയ്യും. അതും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ മന്ത്ലി വല്ല SIP പോലത്തെ സ്കീമിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ അവർ ഇങ്ങനെ ഡിക്ലെയർ ചെയ്തു, പക്ഷേ അവർ കൊല്ലാവസാനം ഇത് ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കും? അല്ല, ഡിക്ലെയർ ചെയ്യുന്നത് നമ്മളൊരു ആക്ച്വൽ ബേസിസിലാണ് ഡിക്ലെയർ ചെയ്യുക. ഇൻ കേസ് നിങ്ങളത് ഡിക്ലെയർ ചെയ്തില്ല, ഡിക്ലെയർ ചെയ്തു, പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തില്ല, അങ്ങനെയാണെങ്കിൽ എൻഡ് ഓഫ് ദി ഇയർ ആകുമ്പോഴത്തേക്കും എംപ്ലോയർ അറിയിക്കുക ഞങ്ങളിങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ടില്ല, ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല, അപ്പം അതിനനുസരിച്ചുള്ള ബാലൻസ് ഷോർട്ട് ഫാൾ വരുന്ന എമൗണ്ടും കൂടെ എക്സ്ട്രാ ടാക്സ് ആയിട്ട് അടയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബിഗിനിങ്ങിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ കൊല്ലാവസാനമായപ്പോഴേക്കും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അതെ, അങ്ങനത്തെ അവസ്ഥയിലാണെങ്കിൽ അവർക്ക് അവസാനമാകുമ്പോൾ ഇത് റീഇംബേഴ്സ് ചെയ്യാൻ പറ്റും. റീഇംബേഴ്സ് എക്സസ് TDS ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു ലൈഫ് ഇൻഷുറൻസ് നമ്മൾ പേ ചെയ്തു, പക്ഷേ നമ്മളത് എംപ്ലോയറെ ഇൻഫോം ചെയ്തില്ല. അപ്പോൾ അതിനനുസരിച്ച് പക്ഷേ നമുക്ക് എലിജിബിലിറ്റി ഉണ്ടായിരുന്നു വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ വിട്ടുപോയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം റിട്ടേണിൽ കാണിച്ച് കറക്റ്റായിട്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ എക്സസ് ആയിട്ടുള്ള TDS നമുക്ക് റീഫണ്ടായിട്ട് കിട്ടും. റീഫണ്ടായിട്ട് ഇപ്പോൾ ചിലപ്പോൾ മിക്ക ആളുകൾക്കും കൊല്ലം തുടങ്ങുന്ന ടൈമിൽ ഇവർക്ക് അറിയാൻ പറ്റില്ല ഹോം ലോൺ എടുത്തിട്ടുണ്ടോ. അപ്പോൾ ചിലപ്പോൾ മിഡിലായിരിക്കും ഹോം ലോൺ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ മറ്റേ 2 lakhന്റെ എക്സംഷൻ കിട്ടില്ല, ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ഫലത്തിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ടാക്സ് പ്ലാനിങ് കുറച്ചുകൂടെ നന്നായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പം മിഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ ആണ് ഈ ഹോം ലോൺ എടുക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ എംപ്ലോയറെ അറിയിക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ഡിഡക്ഷൻസ് എടുത്തതിന് ശേഷം അവർ ബാക്കി ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. ഇൻ കേസ് അതും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് ഫയൽ ചെയ്യുകയാണെങ്കിൽ റീഇംബേഴ്സ്മെന്റ് അല്ലെങ്കിൽ റീഫണ്ട് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഡയറക്റ്റ് ക്രെഡിറ്റ് ആവും. അപ്പോൾ ഈ റീഇംബേഴ്സ്മെന്റ് ഓക്കെ, അതിന് മുന്നായിട്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ സാലറീഡ് ആണെന്ന് വിചാരിക്കും, പക്ഷേ ആൾക്ക് വേറെ ഇൻവെസ്റ്റ്മെന്റും ഇൻകവും ഉണ്ട്. അപ്പോൾ അതെങ്ങനെ കാണിക്കും? ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ ഇൻകത്തെ നമ്മൾ ടോട്ടൽ 5 ഹെഡിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 5 ഹെഡിൽ ഏതെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് എംപ്ലോയർക്ക് ഡിക്ലെയർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എംപ്ലോയർ ഇപ്പം ഒരാൾക്ക് ബാങ്കിൽ നിന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്, സേ ഫോർ എക്സാമ്പിൾ 25,000 പെർ മന്ത് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് എംപ്ലോയറെ അറിയിക്കുകയാണെങ്കിൽ നമ്മളുടെ സാലറിയുടെ കൂടെ, സാലറി ഇൻകത്തിൻ്റെ കൂടെ അതും കൂടെ കൺസിഡർ ചെയ്തതിന് ശേഷം നമ്മൾ TDS പിടിച്ച് വരികയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ TDS എല്ലാ മാസവും കറക്റ്റായിട്ട് പോവുകയും ചെയ്യും. അപ്പം അവസാനം ഒരു ഹ്യൂജ് ലൈബിലിറ്റി റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് വരില്ല. അതേസമയം ഇത് എംപ്ലോയറുടെ അടുത്ത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പം നമ്മൾ ഇത് ഉൾപ്പെടുത്തേണ്ടി വരും. ഉൾപ്പെടുത്തുമ്പോൾ നമുക്കൊരു ലൈബിലിറ്റി എക്സ്ട്രാ വരും. നമ്മളത് ആ ടാക്സ് അടയ്ക്കേണ്ടതും വരും. അപ്പോൾ ഫയൽ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ എക്സ്ട്രാ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇത് ശരിക്കും പറഞ്ഞാൽ മിക്ക ആളുകളുണ്ടോ ഇപ്പോൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണവർ, അല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണവർ, അവരൊക്കെ ചിലപ്പോൾ കൊല്ലത്തിനിടയിൽ വിറ്റിട്ടുണ്ടാവും. അപ്പോൾ അതിന് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇപ്പോൾ ഇനി പറമ്പ് വിറ്റിട്ടായാലും, അതെ, സ്ഥലം വിറ്റിട്ട് ബിൽഡിംഗ് വിൽക്കുന്നവരാകും, അതെല്ലാം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിലാണ് വരിക. അപ്പോൾ അങ്ങനെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അതും അറ്റ് ദി എൻഡ് ഓഫ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ എക്സ്ട്രാ ടാക്സ് അടയ്ക്കണം. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ സാലറീഡ് ആണ്, അയാളുടെ സാലറി ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ 5 lakhന്റെ ഇടയിലാണ്. അപ്പോൾ ഇയാളുടെ സാലറി, ഇയാളുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 5% ഒക്കെയാണ്. പക്ഷേ അയാൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാളുടെ പെർസെൻറ്റേജ് അത് 5% ആയിരിക്കുമോ അതോ? അല്ല, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നതും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 20% സ്ലാബ് റേറ്റിൽ സെപ്പറേറ്റ് ആണ് ടാക്സ് ആവുന്നത്. അത് ഈ എംപ്ലോയിയുടെ സാലറി ടാക്സ്, അത് പ്രോപ്പർട്ടിയുടെ. അപ്പോൾ നമ്മുടെ സാലറിയുടെ സ്ലാബ് റേറ്റിലല്ല ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിരുന്നു, സെപ്പറേറ്റ് 20% ടാക്സ് ആവും. അതേസമയം ഷെയർ ആണെങ്കിൽ 10%ലാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഷെയർ വിറ്റുന്ന കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ അത് 10%ലാണ് ടാക്സ് ആവുന്നത്. ഓക്കെ. പക്ഷേ ഒരു 1 lakh വരെ ഫ്രീ ആയിട്ടുണ്ട്. ഷെയർ വിൽക്കുന്നതിനാണെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അതനുസരിച്ചാണെങ്കിൽ നമുക്ക് 1 lakh വരെ നമുക്ക് എക്സംഷൻ ഉണ്ട്. പക്ഷേ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. എന്തൊക്കെ ഇൻകം ഉണ്ടോ അതെല്ലാം ഡിക്ലെയർ ചെയ്യുന്നതാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ അവർക്ക് എന്തൊക്കെ ഇൻകം ഓരോ വർഷം ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ ഇൻകം ടാക്സ് റിട്ടേൺ വഴി നമ്മൾ
ഡിക്ലെയർ ചെയ്യുക. അങ്ങനെയാണ് അതൊരു ടാക്സ് പെയ്ഡ് മണി ആവുക. ഇപ്പം എക്സംപ്റ്റഡ് ഇൻകം, ഉദാഹരണത്തിന് അഗ്രികൾച്ചർ ഇൻകം ആണെങ്കിൽ നമുക്ക് ഫ്രീ ടോട്ടലി എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ അഗ്രികൾച്ചർ ഇൻകം അങ്ങനെ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അതും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. ഇപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡിവിഡൻഡ് നമുക്ക് എക്സംപ്റ്റഡ് ആണ്, എക്സംപ്റ്റഡ് ഇൻകം ആണ് ഡിവിഡൻഡ്. പക്ഷേ അത് ഡിവിഡൻഡും കറക്റ്റായിട്ട് അവിടെ ഡിക്ലെയർ ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഒരു കേസ് അറിയാറില്ല, ഇപ്പോൾ മിക്കപ്പോഴും റെൻ്റൊക്കെ വരുന്നത്. അപ്പോൾ റെൻ്റൊക്കെ വരുന്ന മിക്ക ആൾക്കാരും ക്യാഷ് ആയിട്ടായിരിക്കും വാങ്ങുന്നത്. അപ്പോൾ അത് അതിനെ പറ്റിയിട്ട് ഒരു അഡ്വൈസ് എന്താണ്? അത് റെൻറ്റ് കൊടുക്കുന്ന ഒരാൾക്ക് 10,000 മുകളിൽ ഇപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ പാടില്ല എന്നുള്ളതാണ് ഇൻകം ടാക്സിൻ്റെ റൂൾ. 10,000 മുകളിലുള്ള ഒരു എക്സ്പെൻഡിച്ചറും ക്യാഷ് ആയിട്ട് പേ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഇൻകം ടാക്സിൽ നമ്മളൊരു റെൻറ്റ് റിസീവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് 10,000 റുപ്പീസ് നമുക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിച്ചു പോകണം. ഒരു എല്ലാ വർഷവും എത്രയാണോ ടോട്ടൽ റെൻറ്റ് കിട്ടിയിരിക്കുന്നത് ആ റെൻറ്റ് ഈവൻ ക്യാഷ് ആയിട്ട് കിട്ടിയെങ്കിലും നമുക്ക് കാണിക്കണം. ഓക്കെ. പിന്നെ ഇതിൽ ഓൾറെഡി ഒന്ന് രണ്ട് ഒരു ബെസ്റ്റ് പ്രാക്ടീസ് അല്ലാന്നുണ്ടെങ്കിൽ സാലറീഡ് എംപ്ലോയീസ് കാണിക്കേണ്ട ടാക്സ് ഫയലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാന്നുണ്ടെങ്കിൽ ടാക്സ് എക്സംഷൻ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഒന്ന് രണ്ട് ബെസ്റ്റ് പ്രാക്ടീസസ് പറയാൻ പറ്റും. മെയിനായിട്ട് നമ്മളത് ടാക്സ് പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. മാക്സിമം ബെനിഫിറ്റ് എടുത്തിട്ട് ATCയിലും അല്ലെങ്കിൽ ചാപ്റ്റർ 6 കുറേ ഡിഡക്ഷൻസ് പറയുന്നുണ്ട്. ആ ഡിഡക്ഷൻസിൻ്റെ മാക്സിമം ബെനിഫിറ്റ് ഏതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്ന ഏതൊക്കെയാണ്, അപ്പം അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് മാക്സിമം ബെനിഫിറ്റ് എടുത്തതിന് മാത്രം ശേഷമേ അടുത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട്, ടാക്സ് ഫ്രീ എന്ന് പറയുന്ന ഒരു ടാക്സ് സേവിങ്സ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് പോകരുത്. അതിന് പകരമായി ഒരു മാക്സിമം നമുക്ക് എത്രയാണ് ബെനിഫിറ്റ് അവൈലബിൾ ആയിട്ടുള്ള, ഇനി എത്ര കിട്ടും എന്നുള്ളൊരു കാൽക്കുലേഷൻ എടുത്തതിന് ശേഷം മാത്രമേ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് പോകാവുള്ളൂ. പിന്നെ മാക്സിമം എടുക്കുക, അതായത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ 1.5 lakhs ATLC പറയുന്നുണ്ട് ഒരു ഡിഡക്ഷൻ ആയിട്ട്. അപ്പം മാക്സിമം കിട്ടുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് പോവുക, ടാക്സ് സേവിങ് കിട്ടുന്ന രീതിയിലോട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് പോവുക. പിന്നെ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ടാക്സ് ഒരു എംപ്ലോയർ സാലറി സ്ട്രക്ചർ ചെയ്യുമ്പോൾ കുറച്ച് എക്സംപ്റ്റഡ് അലവൻസസ് ഉണ്ട്. ലൈക്ക് യൂണിഫോം അലവൻസ്, ഹൗസ് റെൻ്റ് അലവൻസ്, അങ്ങനെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, അങ്ങനെ കുറേ അലവൻസസ് നമ്മുടെ സാലറിയുടെ ഭാഗമായി ഇൻകം ടാക്സ് പറയുന്നുണ്ട്. എംപ്ലോയർ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. അപ്പം എംപ്ലോയറുമായിട്ടുള്ള നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എഗ്രിമെൻറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ സാലറി ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഈ അലവൻസസ് ഒക്കെ നമ്മുടെ സാലറിയുടെ ഫോം പാർട്ടാണോ എന്ന് വരുത്തുക, അങ്ങനെ ഒരു കൺഫർമേഷൻ നമ്മൾ എടുക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതനുസരിച്ച് സാലറി സ്ട്രക്ചർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ടാക്സ് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ടേക്ക് ഹോം സാലറി കൂടിയിരിക്കും. അതായത് ടാക്സ് അതിനനുസരിച്ച് ടാക്സ് ലയബിലിറ്റി കുറയുമല്ലോ. ടേക്ക് ഹോം സാലറി കൂടുതലായിട്ട് മാക്സിമം അലവൻസസ്, ഇൻകം ടാക്സിൽ എക്സംപ്റ്റഡ് ആയിട്ടുള്ള അലവൻസസും സാലറിയുടെ ഭാഗമാക്കുക. അതിന് ഓരോന്നിനും ഓരോ ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിമിറ്റ് അനുസരിച്ചാണോ എംപ്ലോയർ നമുക്ക് സാലറി ഫിക്സ് ചെയ്തിരിക്കുന്നത്, ആ സാലറിയുടെ ബ്രേക്കപ്പ് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ച് മാക്സിമം എക്സംപ്റ്റഡ് അലവൻസസ് നമ്മുടെ സാലറിയുടെ ഫോം പാർട്ടാണോ എന്ന് നോക്കുക. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിൽ മാക്സിമം ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന മാത്രം ബെനിഫിറ്റ്സ്, അത് മാക്സിമം ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിലോട്ട് പോവുക. ഇതാണ് ഒരു അഡ്വൈസ് എന്ന നിലയിൽ പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാര്യം ഒരു 10 ലക്ഷത്തിന് മുകളിൽ സാലറി ഒക്കെ വാങ്ങുന്നവർക്ക് ഇത് ഭയങ്കര ഒരു ഉപകാരമായിരിക്കും. പക്ഷേ അവർക്ക് മിക്കപ്പോഴും പറ്റിപ്പോണെന്ന് വെച്ചാൽ അവരൊരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പോടെ ഒന്നല്ല ടാക്സ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു ചെറിയ രീതിയിലുള്ള കൺസൾട്ടിങ് CAs കൊടുക്കുന്നുണ്ട്, ഉറപ്പായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓരോ വർഷവും അവർക്ക് കിട്ടാൻ പോകുന്ന സാലറി എത്രയാണെന്ന് അവർക്ക് അറിയാൻ പറ്റും. ഇനി അവർ അതിൽ നിന്ന് എത്രയാണ് സേവ് ചെയ്യാൻ പോകുന്നത്, അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് ടാക്സ് സേവിങ് വഴിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ടാക്സ് സേവ് ചെയ്യാവുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, ടാക്സ് സേവിങ്സ് ഇല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓപ്പർച്യൂണിറ്റിയിലോട്ട് പോകുമ്പോൾ അത് എത്ര ബെനിഫിറ്റഡ് ആണ്, നമുക്ക് അതിൽ നിന്നുള്ള റിട്ടേണും എത്രയാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 10 lakhsന് മുകളിലുള്ള ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് 30% ആണ് ടാക്സിൻ്റെ ബെനിഫിറ്റ് കിട്ടുക, 30% ആണ് മാക്സിമം ബെനിഫിറ്റ് കിട്ടുക, ടാക്സ് ആണ് ബെനിഫിറ്റ് കിട്ടുക. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എത്രയാണ്? അപ്പോൾ ആ റിട്ടേണും നമ്മുടെ ടാക്സ് സേവിങ്സും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നതിന് മുന്നേ വേണം. അതൊരു എക്സ്പെർട്ടൈസുമായിട്ടുള്ള കൺസൾട്ടേഷൻ വഴി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് ഇത് വളരെയധികം ഒരു ഉപയോഗമായിട്ടുള്ള ഒരു ഡിസ്കഷനാണ്. ഇത് കൂടാതെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ആളുകൾക്ക് ഉണ്ടാവും ഇതിനെ പറ്റിയിട്ട്. കാരണം ഇപ്പോൾ നമ്മളൊരു ഒരു മുകളിലത്തെ ഒരു കാര്യം മാത്രമേ പറഞ്ഞു, ജസ്റ്റ് ഒരു മുകളിലൂടെ പരന്നൊരു ഡിസ്കഷൻ മാത്രം നടത്തി. പക്ഷേ ഇനി ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ വല്ലതും വരണമെന്നുണ്ടെങ്കിൽ ജോബിൻസ് ഇതിനുള്ളൊരു
ആൻസർ കൊടുക്കണമെങ്കിൽ നന്നായിരിക്കും. ഉറപ്പായിട്ടും കൊടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഇതുപരമായിട്ടുള്ള ഒത്തിരി ഡിസ്കഷൻ പോയിന്റ്സ് വന്നിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കുക. ആ ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നില്ല തന്നെ നമ്മുടെ ടീം തന്നെ ആൻസർ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ആ ആൻസർ ജോബിൻസിനായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഓഡിയൻസിന് തരാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് വളരെയധികം ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ എല്ലാ ഓഡിയൻസിനും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് യുവർ ടൈം ഔട്ട്. താങ്ക് യു.